അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പുണ്യകരവും ശ്രേഷ്ഠകരവുമായ ഒരു സുന്നത്ത് നിസ്കാരമാണ്, ജമാഅത്ത് സുന്നത്തില്ലാത്തൊരു സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരത്തിന്റെ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം. ആ നിസ്കാരം കഴിയലോടുകൂടി ഒരുത്തന്റെ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ നീണ്ടു പറയാനുള്ള കാരണം എല്ലാ ദോഷവും പൊറുക്കാൻ കാരണമാവുന്ന ഒരു നിസ്കാരമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാവുന്നതാണ്. ഈ സുന്നത്ത് നിസ്കാരം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അബ്ബാസ് തങ്ങളോട് മുത്തുനബി പറയാണ്, എല്ലാ ദിവസവും കഴിയുമെങ്കിൽ നിസ്കരിക്കണം, ഇല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും, അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും, വർഷത്തിൽ ഒരു തവണയെങ്കിലും, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്ന് പറയുന്നത് കാണാം. റമദാനിൽ നമ്മൾ ഈ നിസ്കാരം ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. രാത്രിയിലും പകലിലും ഏത് സമയത്തും നിസ്കരിക്കാവുന്നതാണ്. നിസ്കാരം ഹറാമായ സമയമുണ്ട്. ഉദാഹരണത്തിന് നട്ടുച്ച സമയത്ത്, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ആ സൂര്യോദയ സമയത്ത്, അസർ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഈ സമയത്തൊന്നും ഈ നിസ്കാരം നിസ്കരിക്കരുത്. ബാക്കി എല്ലാ സമയത്തും നിസ്കരിക്കാവുന്നതാണ്. ഈ നട്ടുച്ച സമയത്ത് തന്നെ നിസ്കരിക്കരുത് എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ഒഴികെയുള്ളതാണ്. വെള്ളിയാഴ്ച ആ സമയത്തും നിസ്കരിക്കുന്നതിൽ കുഴപ്പമില്ല. ഈ സുന്നത്ത് നിസ്കാരത്തിന്റെ രൂപം 4 റക്അത്താണ്. 4 റക്അത്തിൽ ടോട്ടൽ 300 തസ്ബീഹാണ് ചൊല്ലേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ തസ്ബീഹ് നിസ്കാരം വർദ്ധിപ്പിക്കണം റമദാനിൽ എന്ന് പറയാനുള്ള കാരണം, ഒരു തസ്ബീഹിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, റമദാനിൽ ഒരു തസ്ബീഹ് ലിയൽ ഫഹി അഫ്ളലു മിൻ അൽഫി തസ്ബീഹത്തിൻ, 1000 തസ്ബീഹ് എന്നതിനേക്കാൾ കൂലിയാണ് എന്നാണ്. 1000 തസ്ബീഹ് ചൊല്ലുന്നതിനേക്കാൾ കൂലിയാണ് ഒരു തസ്ബീഹിന്. അപ്പം 300 തസ്ബീഹ് ചൊല്ലിയതിനുള്ള കൂലി എത്രയായിരിക്കും? 300 × 1000, ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം, 30 ലക്ഷം കൂലിയാണ് ഒറ്റ തസ്ബീഹ് നിസ്കാരത്തിലൂടെ നമുക്ക് കിട്ടുന്നത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. തസ്ബീഹ് നിസ്കാരം 4 റക്അത്ത് ഒന്നിച്ചും നിസ്കരിക്കാം, ളുഹ്റൊക്കെ പോലെ. അല്ല, ഈ 2 റക്അത്ത് സലാം വീട്ടിയിട്ട് സാധാരണ തറാവിയൊക്കെ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കാവുന്നതാണ്. രാത്രി നിസ്കരിക്കുമ്പോൾ ഈ 2 ആയിട്ടും പകല് നിസ്കരിക്കുമ്പോൾ 4 ഒന്നിച്ചായിട്ടും നിസ്കരിക്കലാണ് അഫ്ളല്, ശ്രേഷ്ഠത. തിരിച്ചും 2 സമയത്തും ഈ 2 ആയിട്ടും 4 ഒന്നിച്ച് നിസ്കരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് കൈകെട്ടി വജ്ജഹത്ത് ഓതി, ഫാത്തിഹ ഓതി, 1ാമത്തെ റക്അത്തിൽ അൽഹാഖുമുത് തകാസുറത്ത് അറിയുമെങ്കിൽ അത് ഓതലാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഓതിക്കഴിഞ്ഞ് 15 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. അതിന്റെ കൂടെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുകൂടി വർദ്ധിപ്പിച്ചാൽ അത് നല്ലതാണ്, കൂടുതൽ കൂലിക്ക് കാരണവുമാണെന്ന് ഇമാമുൽ ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അങ്ങനെ 15. അത് കഴിഞ്ഞ റുക്കൂഇൽ ചൊല്ലേണ്ട 3 തസ്ബീഹ് ചൊല്ലി 10, ടോട്ടൽ 25 ആയി. എഅ്തിദാലിൽ ചൊല്ലേണ്ടത് ചൊല്ലി 10, 35. 1ാം സുജൂദ് ചൊല്ലേണ്ടത് ചൊല്ലി 10, 45. ഇടയിലിരുത്തത്തിൽ ചൊല്ലേണ്ടത് ചൊല്ലിയിട്ട് 10, 55. 2ാം സുജൂദ് 65. ഇടയിൽ ആ 2ാം സുജൂദ് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുക, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിരിക്കുക. ആ ഇരുത്ത് ഇസ്തിറാഹത്തിന്റെ ഇരുത്താണ്. അവിടെ ഒന്നും ചൊല്ലാനൊന്നുമില്ല, പ്രത്യേകം ചൊല്ലാനുള്ള 10 തസ്ബീഹാണ് മാത്രമേ ചൊല്ലാനുള്ളൂ. അതും ചൊല്ലി 75ഉം ചൊല്ലിയിട്ട് പിന്നെ എഴുന്നേൽക്കുക. ഈ എഴുന്നേൽപ്പിൽ തക്ബീർ ചൊല്ലേണ്ടതില്ല, കാരണം 2ാം സുജൂദിൽ നിന്ന് എണീക്കുമ്പോഴുള്ള തക്ബീർ നമ്മൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് വരുമ്പോൾ ചൊല്ലിക്കഴിഞ്ഞു. അങ്ങനെ 75. പിന്നെ അടുത്ത റക്അത്തിലും ഇതുപോലെ തന്നെ. പിന്നെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തും ഇല്ലല്ലോ 2ാമത്തെ റക്അത്തിൽ. അവിടെ സലാം വീട്ടുന്നു, ഒന്നുകിൽ സലാം വീട്ടും 2 റക്അത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത്തഹിയ്യാത്ത് ഓതി എഴുന്നേൽക്കും. അങ്ങനെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിന് പകരം അവിടെ ചൊല്ലേണ്ടത് അത്തഹിയ്യാത്തിന് മുമ്പാണ് 10 ചൊല്ലേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സമയത്തും അവിടെ ചൊല്ലാനുള്ളത് ചൊല്ലി, ഫാത്തിഹ ഓതാനുള്ളത് ഓതി, സൂറത്ത് ഓതാ, അങ്ങനെ സുജൂദിൽ ചൊല്ലാനുള്ളത് ചൊല്ലി, എന്നിട്ടാണ് തസ്ബീഹ് ചൊല്ലേണ്ടത്. പക്ഷെ അത്തഹിയ്യാത്തിന്റെ സമയത്ത് ആദ്യം തസ്ബീഹും പിന്നെ അത്തഹിയ്യാത്തുമാണ്. അങ്ങനെ വിരൽ ഉയർത്തി വെച്ച് അങ്ങനെ തന്നെ നിർത്തിക്കുമ്പോൾ അത് വിഷമാണല്ലോ.
ഏതായാലും അങ്ങനെ 2 റക്അത്ത് കഴിഞ്ഞ് സലാം വിട്ടു. പിന്നെ ആദ്യം 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടണില്ലെങ്കിൽ അത്തഹിയാത്തിന് മുന്നേ തസ്ബീഹിൽ അത്തഹിയാത്ത് ചൊല്ലി എഴുന്നേൽക്കുക, തദൈവ ബാക്കി അങ്ങനെ തന്നെ. പിന്നെ എവിടെയെങ്കിലും ഒന്ന് മറന്നുപോയി, ഉദാഹരണത്തിന് റുക്കൂയിൽ മറന്നുപോയി, സുജൂദിൽ മറന്നുപോയി, എന്നാൽ അടുത്ത ഫർളിൽ അത് എക്സ്ട്രാ പണിയെടുത്ത് 2 കൂടി ചൊല്ലിയാൽ മതി. ഉദാഹരണത്തിന് 1-ാം സുജൂദിൽ മറന്നുപോയാൽ, അല്ലെങ്കിൽ നൃത്തത്തിൽ 15 മറന്നുപോയാൽ ആ 15ഉം അടുത്ത റുക്കൂയിലുള്ള 10ഉം കൂടി 25 റുക്കൂയിൽ ചൊല്ലിയാൽ മതി. നേരെ മറിച്ച് റുക്കൂയിൽ മറന്നുപോയാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് പകരമായിട്ട് ഈത്തിദാലിൽ ചെല്ലരുത്, അത് അതിന്റെ അപ്പുറത്തുള്ള സുജൂദിലാണ് ചൊല്ലേണ്ടത്. കാരണം ഈത്തിദാൽ ഷോർട്ടാണ്, ഷോർട്ടിൽ നമ്മൾ ലോങ് ആക്കാൻ പാടില്ല. അതുപോലെ സുജൂദിൽ മറന്നുപോയാൽ ഇടയിലിരുത്തത്തിലും അത് ചെല്ലരുത്, അടുത്ത 2-ാം സുജൂദിലാണ് അത് ചൊല്ലേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. കാരണം അതും ഷോർട്ടാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. ഇനി തസ്ബീഹ് വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. 2-ാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് വൽ അസ്റാണ്. അൽഹാകും അത്തകാസുർ കഴിഞ്ഞിട്ടുള്ള നേരെ താഴെയുള്ള വൽ അസ്ർ. 3-ാമത്തെ റക്അത്തിൽ ഖുൽ അയ്യുഹൽ കാഫിറൂൻ. 4-ാമത്തതിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. ഇതൊന്നും അറിയില്ലെങ്കിൽ വേറെ അറിയാവുന്ന ഒരു സൂറത്ത് ഓതാ. ഇത് ഓതലാണ് ഏറ്റവും ബെറ്റർ എന്നാണ് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് പറഞ്ഞത്. 30 ലക്ഷം തസ്ബീഹ് ചൊല്ലിയതിന്റെ കൂലി തസ്ബീഹ് ചൊല്ലിയതിന് മാത്രമാണ്. ഖുർആൻ ഓതിയതിനുള്ള കൂലി വേറെ ഉണ്ട്. കാരണം ഒരക്ഷരം നിസ്കാരത്തിൽ ഓതിയാലുള്ള കൂലി ചുരുങ്ങിയത് ഒരക്ഷരത്തിന് 10 കൂലി എന്നൊക്കെ പറയണത് നിസ്കാരത്തിന്റെ പുറത്താണ്. നിസ്കാരത്തിന്റെ അകത്ത് ഓതുമ്പോൾ അതിന് 100 കൂലിയാണ്. അപ്പൊ 156 അക്ഷരം ഫാത്തിഹയിലുണ്ട്. 156 × 100 15,600 കൂലി. അങ്ങനെ തന്നെയായി ഒറ്റ ഫാത്തിയൊക്കെ. അത് ഇൻറ്റു മൾട്ടിപ്പിൾ ചെയ്യുക 4 കൊണ്ട്. അങ്ങനെ 4 റക്അത്തുണ്ടല്ലോ. അങ്ങനെ സുജൂദ് ചെയ്ത കൂലി, ഒരു സുജൂദിന് റമളാനിൽ ഒരു സുജൂദ് ചെയ്തുള്ള കൂലി പിന്നെ 1500 കൂലിയാണെന്നൊക്കെ ഹദീസ് ഉദ്ധരിച്ചിട്ട് നഫഹത്തു റമളാൻ എന്ന കിതാബിലൊക്കെ കാണാം. ഏതായാലും ഒരു തസ്ബീഹ്കാരം കൊണ്ട് തന്നെ കോടിക്കണക്കിന് കൂലി നമുക്ക് വാങ്ങാവുന്നതാണ്. 2 ദിവസം നമ്മളിൽ നിന്ന് റമളാൻ വിട്ടുപിരിയാണ്, 3 ഇങ്ങനെ. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ അമല് അല്ലെങ്കിൽ കൂടുതലായിട്ട് കർമ്മങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും റമളാൻ കഴിഞ്ഞു പോകും. നമ്മൾ അമല് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് റമളാൻ നിൽക്കൂല. അതുകൊണ്ട് തന്നെ നമ്മൾ അമല് പരമാവധി ചെയ്യുക. നമ്മൾ ചെയ്താലും ഇല്ലെങ്കിൽ റമദാൻ തീരും എന്ന ബോധം നമുക്കുണ്ടാവണം. അവസാനം ഖേദിച്ചിട്ട് റമദാൻ കഴിഞ്ഞല്ലോ എന്ന് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഇത്തരത്തിലുള്ള തസ്ബീഹ്കാരങ്ങളൊക്കെ നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്ത സമയങ്ങളിൽ കണ്ട്, പ്രത്യേകിച്ച് രാത്രി നിസ്കരിക്കുമ്പോൾ അതിന് കൂടുതൽ ഭയഭക്തിക്ക് സാധ്യതയും കൂടിയുണ്ട്. നിസ്കരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.